ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു മാമ്പഴത്തോട്ടത്തിലേക്ക്. കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട് എത്തിയപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ബൗളിനകത്ത് ഇച്ചിരി പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മാമ്പഴത്തോട്ടത്തിലേക്കാണ് ചെന്നത്. പല പല വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇതിനകത്ത് തന്നെ ചെറിയ പാറ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ആട്ടിൻ്റെ കൂട്, ഒരു ചെറിയ ഫാം പോലുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു പട്ടി ഇവിടെ വളർത്തുന്നുണ്ടായിരുന്നു. കുഞ്ഞതല്ല, അത്യാവശ്യം വലുതാണ്. അവനാണ് ഇവിടുത്തെ കാവലനായ. അങ്ങനെ സ്ഥലമൊക്കെ ഞങ്ങളൊന്ന് ചുറ്റി കാണുമായിരുന്നു. ശരിക്കും ഇവിടുത്തെ പ്രത്യേകത നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് ഒട്ടും ചൂട് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടേക്ക് ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ കിണർ. ഇച്ചിരി ആഴമുണ്ട്, അത്യാവശ്യം നല്ല ആഴമുണ്ട്. നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ നല്ല മാങ്ങകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം എടുത്ത് ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ നമ്മുടെ ലാലേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഈ വീടിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഔഷധക്കൂട്ടുകളൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വീടാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് ശരീരമൊക്കെ ആകെ കുളിർമയേകും. നല്ല കാറ്റും ശാന്തമായ അന്തരീക്ഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണിത്. ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് നമ്മൾ ലാലേട്ട ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം. പിന്നെ ഇവിടെ വലിയൊരു പാറയുണ്ട്. പക്ഷേ ഞങ്ങൾ ആ പാറയിലൊന്നും കയറാൻ പോയില്ല. അവിടെ റോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. വരുന്ന വഴി ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.